വെൽക്കം ബാക്ക് AR ആകാശ് സൂ. സോ ഗൈസ്, ഞാനൊരു മെന്റലിസ്റ്റ് ആണ്, സയന്റിസ്റ്റ് അല്ല. ഈ കോട്ട് ടൈം കണ്ടുകൊണ്ട് സോ ഞാൻ ആദ്യം തന്നെ ഒരു മെന്റലിസം നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ആവാഹിച്ചിട്ട് നേരെ വോട്ടിങ്ങിലേക്ക് പോകും. ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് കമന്റ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരുടെയും വിരലുകൾ 4 വിരലുകൾ ഫോണിൻ്റെ ബാക്കിലാവട്ടെ. ഇത്രയും ശരിയാണെങ്കിൽ അത് ശരിയാണെന്ന് അത് കമന്റ് ചെയ്യണം. കള്ളമെല്ലാം കാണിച്ച നോക്കിക്കോ. സോ ഗൈസ്, വെളുത്തല്ലേ ഞാൻ വെളുത്തതല്ല, ഈ വൈറ്റ് കോട്ട് മോത്തി അടിച്ച് അങ്ങനെ സൗന്ദര്യം വെച്ചതാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ക്ലോക്ക് മാത്രമേ ഉള്ളൂ, പിന്നെ ഈ ജനാല ഞാൻ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് വിഷ്വൽ വെച്ചാണ്. കാര്യം പുറത്ത് കിടക്കാൻ പറ്റാത്ത രീതിയിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ്റെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് ബിഗ് ബോസ് ലൈവ് വോട്ടിങ്ങിലേക്ക്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ രീതിയിലുള്ളൊരു സെറ്റപ്പ് വേണ്ട കളിയാ വേണം. സോ ഗൈസ്, നമുക്ക് ലൈവ് വോട്ടിങ്ങിലേക്ക് പോകാം. അങ്ങനെ പോകും മുന്നേ നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ മൊത്തവും വോട്ടിങ്ങിൽ ഫസ്റ്റ് നിന്നൊരു വ്യക്തി വേറെ ആരുമല്ല, ജാസു. സോ ഗൈസ്, ജാസ്മിൻ ആരോ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ബാക്കിൽ ആരോ ഭയങ്കര രീതിയിലുള്ള ചതി മണക്കുന്നുണ്ട്. സോ ഫോർ എക്സാമ്പിൾ, ഈ ഒരു വോട്ടിങ്ങിലൂടെ പുറത്താവും വേറെ അപ്പീലില്ല, ലാസ്റ്റ് വോട്ടിംഗ് ആണ്. അങ്ങനെ വരുമ്പോൾ ഈ ആഴ്ച തന്നെ 2 വോയിസ് ആണ് ലീക്ക് ആവുന്നത്. ഒന്ന് ജാസ്മിൻ്റെ ബാപ്പയുടെ, നേരത്തെ പറഞ്ഞ ഇവിടുത്തെ കറണ്ട് പോയി, അതാണ് ഞാൻ ജാസ്മിൻ്റെ ബാപ്പയുടെ വോയിസ് റെക്കോർഡ് ലീക്ക് ആയിട്ടുണ്ട്. അത് മൊട്ടം തെറിയാണ്, അതിൽ ആഡാക്കാൻ പറ്റില്ല. എനിക്ക് യൂട്യൂബിൽ നിന്ന് വെച്ച് തുടങ്ങിയത് അത് കൊച്ചു പിള്ളേരാണെന്നുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. അപ്പോൾ അത് ലീക്കായി സായിൻ്റെ അടുത്ത് പറയുന്ന വീഡിയോ നിങ്ങളെല്ലാം കണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു വോയിസ് റെക്കോർഡ് ലീക്ക് ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഇന്നലെ തന്നെയാണ് ജാസ്മിൻ്റെ കാമുകൻ പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ലീക്ക് ആവുന്നുണ്ട്. അങ്ങനെ ജാസ്മിനെതിരെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഇട്ടിട്ട് വന്നിട്ട് ഒരു വെള്ളപ്പൊടി കാണിക്കാന്ന് വെച്ച് സോ ഗൈസ്, എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളുടെ വിധിയാണ്, ജനങ്ങളുടെ വോട്ടാണ്. ഇന്നലെ എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് 53 വയസ്സുള്ള അമ്മയോ ആരാണ് കമന്റ് ഇട്ടത്, എൻ്റെ മോള് ജാസ്മിൻ ജയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്ക് അമ്മയുടെ കമന്റ് കേട്ടാൽ മനസ്സിലാവും. കാര്യം അത്രത്തോളം ജാസ്മിനെ കേരളക്കരയായി ഏറ്റെടുത്ത് കഴിഞ്ഞു. സോ ഗൈസ്, ജാസ്മിൻ്റെ വോട്ട് അത് പെർമനൻ്റ് ആണ്, ആ വോട്ട് മാറില്ല. പക്ഷേ അഭിഷേകിൻ്റെ വോട്ട് ടെമ്പററി ആണ്. കാര്യം ഇത് ജിൻഡോയുടെ വോട്ടിൽ മൊത്തമാണ് അഭിഷേക് നോക്കുന്നത്. നമുക്ക് നേരെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റിലേക്ക് പോവാം. വാ, ഫസ്റ്റ് വേറെ ആരെയല്ല നോക്കാൻ പോകുന്നത്. ആരാ നോക്കണോ? പറ പെട്ടെന്ന് പറഞ്ഞു, സമയം. സോ ഗൈസ്, ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ചുമ്മാ. സോ ഗൈസ്, ഞാൻ ഫസ്റ്റ് ജാസ്മിൻ എന്ന് പറയാൻ അപ്പം ഞാൻ ജാസ്മിൻ പിക്കപ്പ് ലൈൻ അടിക്കട്ടെ. എൻ്റെ ജാസ്മിനുള്ള പിക്കപ്പ് ലൈനാണ്. അയ്യോ, ജാസ്മിൻ ഒരു പിക്കപ്പ് ലൈൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ജാസ്മിന് വേണ്ടി. കാര്യം ഫസ്റ്റ് വരുന്നവർക്കെല്ലാം ഞാൻ ഒരു പിക്കപ്പ് ലൈൻ ചോദിക്കുന്നു. അയ്യോ, വണ്ടിലുണ്ട് തേന്, കറി വെക്കാൻ മീന്, ബിഗ് ബോസിലുണ്ട് ജാസ്മിൻ. സോ ഗൈസ്, എങ്ങനെ എൻ്റെ പിക്കപ്പ് ലൈൻ അഴിവില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയണം. സോ ഗൈസ്, നമുക്ക് നേരെ ലൈവ് വോട്ടിംഗ് പോകും. ഫസ്റ്റ് ജാസ്മിനാണ്. യാതൊരു തരത്തിലുള്ള മുന്നോട്ട കാര്യങ്ങൾ അഭിഷേകിൻ്റെ ഒരു ഇതിൽ നിന്ന് വരാത്തതുകൊണ്ട് തന്നെ ജാസ്മിൻ 12 ലക്ഷം. ജാസ്മിൻ ഫാൻസിൻ്റെ ആരാധിക്കാം, നെഞ്ചും വിരിച്ചെന്ന് പറയാം. ജാസു 12 ലക്ഷം. അതൊരു മറികടക്കണമെങ്കിൽ ആരെ കൊണ്ട് പറ്റില്ല. 12 ലക്ഷം ഒക്കെ പറഞ്ഞാൽ എന്തൊരു കണ്ട കളിയാണ്. പിന്നെ ഇതിൽ 10 പേരും ചോദിച്ച ചോദ്യമാണ് ജാസ്മിൻ്റെ വോട്ട് ബോട്ടല്ല, ജെറ്റല്ല, കപ്പലല്ല. സോ ഗൈസ്, എടാ ജാസ്മിന് ഇൻസ്റ്റാഗ്രാമിൽ 7 ലക്ഷം ഉണ്ട്, യൂട്യൂബിൽ 10 ലക്ഷം. ഈ 10 ലക്ഷം 7 ലക്ഷം ആലോചിച്ച് 17 ലക്ഷം. അപ്പോൾ അത്രത്തോളം അതിൻ്റെ എനിക്ക് ബിഗ് ബോസിനകത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത ഒത്തിരി ഫാൻസ് ഉള്ള ഒരു വ്യക്തി ജാസ്മിൻ തന്നെയാണ്. അങ്ങനെയാണ് വോട്ടിങ് വന്നത്. പിന്നെ നിങ്ങൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പുറത്തിറങ്ങിയ ഒരു വോട്ട് ചെയ്യുന്നു ഗബ്രിയാണ് പുറത്തിറങ്ങിയത്. ഗബ്രിക്ക് എന്താ വോട്ടുള്ളത്? ഗബ്രി ആരെന്നൊരു ആൾക്കാർ നടന്നു പോകുമ്പോൾ ഗബ്രി ഓടാ എന്നാണ് പറഞ്ഞത്. പിന്നെ പുറത്തിറങ്ങി വേറെ പുള്ളിക്കാരിയുണ്ട്, റസ്മിൻ എന്ത് വോട്ടാണുള്ളത്? റസ്മിൻ വോട്ടില്ല. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റസ്മിൻ വോട്ടില്ല. സോ ഗൈസ്, അടുത്ത് പിന്നെ പലരും പറയുന്നൊരു കാര്യമാണ്, ബിഗ് ബോസ് ജാസ്മിന് വേണ്ടി ഒരു കപ്പാണ് ക്രിയേറ്റ് ചെയ്ത് ജാസ്മിന് തന്നെ കപ്പ് കൊടുക്കും. അങ്ങനെ കൊടുക്കാനാണെങ്കിൽ എന്തിനാണ് ഹൈജീൻ്റെ കാര്യം പറഞ്ഞ് ജാസ്മിന് ഞങ്ങളെല്ലാം കേരളക്കരയൊക്കെ 3-4 വട്ടം നമ്മളെല്ലാവരും കൂടെ ക്രൂശിക്കപ്പെട്ടത്, വൃത്തിയില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കപ്പെട്ടത് ആണെങ്കിൽ ബിഗ് ബോസിനകത്ത് മാറ്റി വെച്ചുകൂടെ? ആ കണ്ടന്റ് കട്ട് ചെയ്യാൻ വേണ്ടി 24 ലൈവ് എഡിറ്റ് ആണെങ്കിൽ പോലും അവർക്ക് അത് കട്ട് ചെയ്യാനുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട് മോനെ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. സോ ഗൈസ്, അടുത്ത് പിന്നെ ജാസ്മിൻ്റെ കണ്ടന്റ് പറഞ്ഞത്. സോ ഞാൻ എഴുതി വെച്ചിട്ട് ജാസ്മിൻ്റെ കണ്ടന്റ് എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വോട്ട് പിന്നെ എങ്ങനെയാണ് ഗബ്രി പുറത്ത് വന്നു, ഗബ്രി ആർക്കോട്ട് പോയി, ഗബ്രി കാണുമ്പോൾ
പിന്നെ ബാക്കിയുള്ള വെച്ച് നോക്കുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് വൃത്തിയിലായോ ജാസ്മിൻ്റെ ഫാൻസ് നെഞ്ചു ചോദിച്ചേ എടാ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ജാസ്മിനെ പോലെ ഒരു വ്യക്തി വേറെ ആരുമില്ല. നിങ്ങൾ പറ, ഒരു ദിവസം ജാസ്മിൻ കരഞ്ഞു മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർവാധിക ശക്തിയോടെയും അവൻ തിരിച്ചു വന്നു ഷേർഖാൻ എന്ന് തന്നെയാണ് പറയുന്നത് വിശ്വത്തലമാണ്. സോ ഗേസ്, ജാസ്മിൻ നല്ലൊരു പടയോട്ടമാണ്. ജാസ്മിൻ ഫാൻസുകാർക്ക് ആഹ്ലാദത്തിന്റെ ഉന്മേഷത്തിന്റെ എന്താ പറയുക അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് നിങ്ങൾക്ക് നെഞ്ചും വിരിച്ചെന്ന് പറയാൻ ജാസ്മിൻ എന്ന്. സോ ഗേസ്, ജാസ്മിൻ്റെ ഞാൻ എന്തൊക്കെ ഇവിടെ ഒരു ഫോട്ടോ വെച്ചിട്ട് എത്രയാണ് വോട്ട്? ജാസ്മിൻ്റെ ഫോട്ടോ വേണം 12 ലക്ഷം. ഇതൊക്കെ ഇവിടെ വരെയാണ് ജാസ്മിൻ്റെ ഫോട്ടോ 12 ലക്ഷം. സോ ഗേസ്, നമ്മൾ നേരെ അടുത്ത് പോകുന്നത് വേറെ ആരുമില്ല, അഭിഷേകിൻ്റെ വോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 11,35,556 വോട്ടാണ്. അഭിഷേക് എടാ, ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഭിഷേകിൻ്റെ വോട്ട് ടെമ്പററിയാണ്. സോ ഗൈസ്, അഭിഷേകിന്റെ ഇത്രയും വോട്ട് വരാൻ കാര്യം ജിൻഡോയുടെ ഫാൻസുകാരൊക്കെ ചതിച്ചില്ലേ ജാസ്മോളെ ചതിച്ചില്ലടാ. ജാസ്മിനെ തകർത്തുകൊണ്ട് ജിൻഡോയുടെ വോട്ടുകളൊക്കെ അഭിഷേകിന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ പറയുമ്പോൾ അഭിഷേകിന് ടെമ്പററി വോട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജിൻഡോ എന്ന വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ വോട്ടൊക്കെ ജിൻഡോയ്ക്ക് പോകും. പിന്നെ അഭിഷേക് ഒറ്റയ്ക്കായി പോകൂടാ. നിങ്ങൾ അഭിഷേകിനെ ഒറ്റയ്ക്കാക്കരുത്. അങ്ങനെ ഒറ്റയ്ക്കാക്കുന്നുണ്ടെങ്കിൽ അഭിഷേകിന്റെ ഗെയിമുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അഭിഷേകിന് മുന്നോട്ട് കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി ജിൻഡോ വന്നാൽ പോലും അഭിഷേകിന് ഈ 11,35,556 വോട്ട് നിങ്ങൾ ഇടണം. ജിൻഡോ ഫാൻസ് തന്നെ പറയണം. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. അഭിഷേകിന്റെ കണ്ടന്റിനെ കുറിച്ച് നമ്മൾ അടുത്ത് പറയാൻ പോകണം. സോ ഗൈസ്, വന്ന സ്റ്റെപ്പിൽ യെല്ലോ കാർഡ് കാണിച്ച്, അങ്ങനെ യെല്ലോ കാർഡ് കാണിച്ചെങ്കിൽ പോലും അതിനെ തരണം ചെയ്തുകൊണ്ട് 3-4 ആഴ്ച പട വെട്ടി തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് അഭിയേട്ടൻ വന്നത്. പക്ഷെ അഭിഷേകിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞ് മക്കളെ നീ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് അടുത്ത ആഴ്ച വീട്ടുകാരെന്ന് പറഞ്ഞിട്ട് പോലും അഭിഷേകിന്റെ ഗെയിം കളിച്ചു. ടിക്കറ്റ് ഫിനാലിൽ ഇന്നത്തെ ഗെയിം മനസ്സിലാവും. 2 കളിയും ഫസ്റ്റ് തന്നെയായിരുന്നു. പക്ഷെ ഇന്നലത്തെ ഒരു ഗെയിം നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളിക്കാരൻ ഉറങ്ങി. അതൊരു ഗെയിമാണ്. എന്തെന്ന് മനസ്സിലാച്ചു? പൂജയിലെ കഴിച്ച് കിടന്ന് മാലയിട്ട് കിടന്ന് അടികൊണ്ട് കൂട്ടാടിയാവണം കാട്ടി തൻ്റെതായ ഒറ്റയ്ക്കുള്ള ഗെയിം കളിച്ച് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ നല്ലത്. മറ്റേത് ആ പൂച്ചയുടെ കഴുത്തൊക്കെ ഓടിഞ്ഞ് പിന്നെ അവിടെ കൂട്ടാടി. അത് ഞാൻ കുറേ പേർ സംസാരിക്കുന്നതായിരിക്കും. അത് നന്ദന ഞാൻ ഇന്ന് ഏറിൽ ഞാൻ ചൊവ്വയിൽ വിടും, നോക്കിയോ. സോ ഗൈസ്, അടുത്ത് നമ്മളെ ഫിസിക്കൽ ടാസ്ക് വിന്നർ നല്ലൊരു മനുഷ്യൻ. പിന്നെ അഭിഷേക് നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. കാരണം വെച്ചാൽ പുള്ളിക്കാരൻ എല്ലാം ഉണ്ടെങ്കിൽ പോലും അഭിഷേകിന് ഒരു പർട്ടിക്കുലർ ആളുടെ അടുത്ത് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതെന്ത് എൻ്റെ ജാസുമോൾ വന്നാൽ നമുക്ക് സംസാരിക്കാൻ മടി അല്ലേ? സോ ഗൈസ്, അത് ഭയങ്കര മോശമാണ്. അഭിഷേക് അങ്ങനെ ചെയ്യരുത്. കാര്യം വെച്ചാൽ നമ്മൾ വീട്ടിനകത്തേക്കും നമ്മൾ എല്ലാവരുടെ അടുത്തും മിണ്ടണം. അല്ലെങ്കിൽ നീ അതിനകത്ത് വലിഞ്ഞു കയറി പോകരുത്. അതിനകത്ത് വലിഞ്ഞു കയറി പോയിട്ട് പറയണത് എനിക്ക് ഇഷ്ടമുള്ളടത്ത് സംസാരിക്കുള്ളൂ, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ എന്ന് ഞാൻ പറഞ്ഞു. സോ ഗൈസ്, നമുക്ക് അടുത്ത് അഭിഷേകിൻ്റെ കുറേ എഴുതിയിട്ടുണ്ട്. പക്ഷേ അഭിഷേകിനെ കുറിച്ച് എനിക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ അഭിഷേക് നല്ലൊരു ഗെയിമർ, നല്ലൊരു സ്ട്രാറ്റജി മൂവ് ഉള്ളതാണ്. ഫിസിക്കൽ ടാസ്ക് വന്നു കഴിഞ്ഞാൽ അത് ആര് വന്നാലും അതിൻ്റെ അകത്ത് ആര് വന്നാലും അഭിഷേക് മലത്തിയടിക്കും. അത്രയ്ക്ക് ഫിസിക്കൽ ഫിറ്റുള്ള വ്യക്തിയാണ്. പിന്നെ ഗെയിമിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും നമ്പർ 1 ആണ് പുള്ളിക്കാർ. ഗെയിം കളിക്കാനും പിന്നെ അടി ഉണ്ടാക്കാൻ വന്നത് മൂടെ ആടി കേട്ടില്ല. സോ ഗൈസ്, അങ്ങനെ നല്ലൊരു ഗെയിമർ തന്നെയാണ് അഭിഷേക് എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ, എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാട് രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്നൂടെ കമൻറ്റ് ചെയ്യണം മക്കളെ. എന്തല്ല വോട്ട് ചെയ്യണം മക്കളെ, എല്ലാവരും വോട്ട് ചെയ്യണം. പിന്നെ AR ആകാശം എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. സോ ഗൈസ്, നമ്മൾ അടുത്ത് പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്, നമ്മൾ അടുത്ത വോട്ടിങ് ഞാൻ പറഞ്ഞില്ല. സോ ഗൈസ്, നമുക്ക് നേരെ വോട്ടിങ് പോവാം. അടുത്ത 5 ലക്ഷം വോട്ടാണ്. എൻ്റെ വിരൽ ശ്രദ്ധിച്ചിരുന്നത് ആരെങ്കിലും? എൻ്റെ വിരൽ ചെറിയൊരു ഇതുണ്ട്, സ്ട്രെയിറ്റ് അല്ല. അതെന്തെന്നറിയാമോ? ഐ എം എ ക്രിക്കറ്റ് പ്ലെയർ. ഈ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോഴത്തേക്ക് സ്റ്റിച്ച് ബോൾ കയ്യിലടിച്ച് ഇങ്ങനെ പോവുക. പക്ഷേ എന്നെ ക്രിക്കറ്റ് ലോകം അത് പിന്നെ പറയാൻ കൊണ്ടില്ല. സോ ഗൈസ്, ഇപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് 3-ാം സ്ഥാനം 5 ലക്ഷം വോട്ടിട്ടുണ്ട് ഇവിടെ. ശ്രീധുവിൻ്റെ ഒരു പടയോട്ടം. ഈ ശ്രീധുവിന് വോട്ട് വീഴാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനൊരു ഫാൻ ബേസ് ഉണ്ട് കുറച്ച്. അങ്ങനെ ആ വോട്ട് മൊത്തം ഇങ്ങോട്ട് വീഴുന്നതാണ്. ഈ ശ്രീധുവും അർജുനും ഒരു കോംബോ ആണെന്ന് എല്ലാവർക്കും അറിയാം. ആ കോംബോ തല ഇറങ്ങുന്നതാണ്. അപ്പോൾ ഞാൻ ഫോൺ ഇങ്ങനെ ആക്കുന്നു. തല ഇറങ്ങുന്നില്ല. ഇവർ രണ്ടുപേരുടെ കോംബോ അത് കേരളക്കാരെയൊക്കെ വർക്കാക്കിയിട്ടുണ്ട്. നമുക്ക് പലർക്കും പല രീതിയിലൊരു ഒരു ഷോ നടക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കോംബോ വേണം. ആ കോംബോ വർക്കായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കോംബോ വർക്കായില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തതിന്? ജാസ്മിൻ ഗബ്രി കോംബോ പോലെ പുറത്തായിരുന്നു. പക്ഷെ ആ കോംബോ അങ്ങനെ പുറത്താവാതെ അവർ നല്ല രീതിയിൽ ആ കോംബോ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കോമ്പൗണ്ട് വേറെ ഉപദ്രവമില്ലല്ലോ. ഉണ്ട്.
ഈ കാരണം നമുക്ക് ആക്കുന്നുണ്ടോ? വേറെ ആക്കൂല. അവർ ഒരു എന്താ പറയുക, വടം നമ്മളിങ്ങനെ വടം വലിക്കുന്നത്, ഈ വടം വലിക്കുന്ന പോലെ അവരിങ്ങനെ പൊക്കോണ്ടിരിക്കുക. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഇങ്ങനെ വലും. ശ്രീധുവിൻ്റെ ഒരു ഗ്രാഫ് അങ്ങനെയാണ്. ഒരു വടം നമ്മളിപ്പോൾ വടം വലിക്കുമ്പോൾ വടം ഇങ്ങനെ കിടക്കുക. എന്നാൽ ആ വടത്തിനടുത്ത് എറിയാനോ ഗ്രാഫ് പൊക്കാനോ ഒന്നുമില്ല. ശ്രീധുവിൻ്റെ കോമ്പോ അങ്ങനെ വേണം. ശ്രീധു ഒരു ഗെയിമറ കാര്യങ്ങളൊന്നുമല്ല, ചുമ്മാ അതിൻ്റെ അകത്ത് എറിയിരിക്കുകയാണ്. പിന്നെ ആ ഒരു കോമ്പോ ഉള്ളതുകൊണ്ട് മാത്രം ശ്രീധുവിന് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നു. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഫിസിക്കൽ എടുത്ത് പറയാൻ ഒരു ഗെയിമില്ല, മെന്റൽ എടുത്ത് പറയാൻ ഒരു ഗെയിമില്ല, ഫൈറ്റ് ചെയ്യാനാണെങ്കിൽ ഒരു ഗെയിമില്ല, യാതൊരു തരത്തിലുള്ള ഗെയിമും ഇല്ല. പിന്നെ ഒരു 3-4 ആഴ്ചയായിട്ട് ജനങ്ങൾ കാര്യം കാണാതെ അവിടെ അവിടെയൊക്കെ ഒളിച്ചൊളിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ, അതിൻ്റെ അകത്തുള്ളവരും കണ്ടില്ല. അങ്ങനെ 3-4 ആഴ്ച ഒളിച്ചൊളിച്ച് ലാലട്ടം പിടിച്ച് പൊക്കി മോളെ ഇറങ്ങി എന്തിന് കാണിക്കാൻ എന്ത് നീ അതിനകത്തുണ്ട്, നീ എലിമിനേഷൻ ഇല്ല മക്കളെ, ഇല്ല മക്കളെ എങ്ങനെ പോയേ പറ്റുള്ളൂ, മക്കൾ പുറത്താണ് എന്ന് ലാലട്ടം പറഞ്ഞുകൊണ്ടാണ് ശ്രീധു അതിൻ്റെ അകത്തേക്ക് വന്നത്. പിന്നെ ശ്രീധുവിൻ്റെ ഇപ്പം ശ്രീധു ഒരു ഗെയിമറായി മാറിയിരിക്കുകയാണ്. ശ്രീധുവിൻ്റെ കുറച്ച് എന്നുവെച്ചാൽ കോംബോ ഡ്രാമ എന്ന് ചോദിച്ചപ്പോൾ ശ്രീധു പറയുന്നു, കോംബோ ட்ராமா அதுக்கு என்ன நான் கோம்போ ட்ராமா ட்ரை பண்ணேன், ஆனால் அது ஒர்க் அவுட் ஆகிட்டு. சிலர் வந்துட்டு கோம்போ ட்ராமா ட்ரை பண்ண பட்டிയാണ് അത് പറ്റാതെ പോച്ചിട്ട് അതിൻ്റെ വിഷമം തന്നെ മഴത്തൂറുത്. സോ ഗൈസ്, അങ്ങനെ ശ്രീധുവിൻ്റെ ഒരു പടയോട്ടമാണ്. ശ്രീധു ഫാൻസ്, ശ്രീധുവിൻ്റെ സീരിയൽ ഏവരെയും അമ്മയുടെ ഒരു സീരിയലിൽ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടായിരിക്കും. അങ്ങനെ പറ്റുവാണെങ്കിൽ നിങ്ങൾ പുള്ളിക്കാർക്ക് വോട്ട് ഇടുക. പുള്ളിക്കാർ സേഫാണ്. ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞ 3 പേരും സേഫാണ്. കൈയടിച്ചതാ. സോ ഗൈസ്, നമുക്ക് അടുത്ത് വേറൊരു പയ്യൻ്റെക്ക് പോകാം. വേറെ ആരുമില്ല, നമ്മളാ ആരി കാറിൻ്റെ അകത്തിരുന്ന് മാത്രം തരണം. തെറ്റി കാറിൻ്റെ അകത്തിരുന്ന് മാത്രം. അയ്യോ, കാറ് പോകുമ്പോൾ നമുക്ക് കുറച്ച് നേരം നോറ അടുത്തേക്ക് പോവാം. നോറ വേറെ ആരുമല്ല, 3, 4 ഇപ്പം ഞാൻ എത്ര പറഞ്ഞേ, ഞാൻ എന്താ പറഞ്ഞേ? 1ാം സ്ഥാനം ജാസ്മിൻ, 2ാം സ്ഥാനം അഭിഷേക്, 3ാം സ്ഥാനം ശ്രീധു, അടുത്ത 4ാം സ്ഥാനം നോറയാണ്. നോറയ്ക്ക് 3,22,333 ഇതിൽ പകുതി കമൻറ്റ് വന്നേക്കണേ നോറെ പുറത്താക്കാൻ പറ്റുന്നത്. ഞാനല്ലല്ലോ പുറത്താക്കണം, എന്തൊരുപാട് വോട്ട് പറയണേ. നോറ എൻ്റെ ഗെയിം കളിക്കണ്ട. അത് നിങ്ങൾ ചിന്തിച്ചുള്ള കാര്യമാണ്. നോറയുടെ പല കണ്ടന്റ് പുറത്ത് ചർച്ചയാവുന്നുണ്ട്. ഇപ്പം നോറ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഒരു ചെറിയ സിമ്പിൾ കാര്യമാണ്. നോറ സീരിയലാണ് അവിടെ ചെയ്യുന്നത്. നോറ സീരിയൽ പാറ്റേൺ പിടിച്ചിരിക്കുന്നത്, നോറ സീരിയൽ. സോ ഫോർ എക്സാമ്പിൾ, നോറ ഫസ്റ്റ് വരുന്നത് കരിഞ്ഞ് മെഴുകുന്നു, ആര് പറഞ്ഞില്ല പിന്നെ കരഞ്ഞ് ലാസ്റ്റ് ഡയറക്ടർ പറയാണ്, നോറ നിങ്ങൾ ശക്തി പ്രാപിക്കൂ, പലതും പറയട്ടെ, നോറ ശക്തി പ്രാപിക്കും. അങ്ങനെ നോറ കരഞ്ഞ് മാറിയിട്ട് ഉഗ്രസ് അങ്ങനെ പറയും. നോറ വലിയൊരു സാമ്രാജ്യം പടുത്തുയർത്താനായിട്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ വെട്ടി ലാസ്റ്റ് നോറ എന്നെ പറയാണ്, ജാസ്മിൻ എൻ്റെ നമ്പർ നിനക്ക് എങ്ങനെ കിട്ടി? നമ്മൾ തമ്മിൽ പുറത്ത് സംസാരിച്ച കാര്യങ്ങളല്ലേ, 50 ലക്ഷം കിട്ടി, 25 എനിക്ക് 25 അങ്ങനെയൊക്കെ പറഞ്ഞില്ല, പക്ഷേ ഓൾമോസ്റ്റ് അങ്ങനെ പറഞ്ഞതുപോലെയാണ്. സോ ഇപ്പോഴും നോറയെ നിങ്ങൾ ആരും ഇഷ്ടപ്പെട്ടെങ്കിൽ നോറയ്ക്ക് വോട്ട് ചെയ്യുക. ഞാൻ ഇപ്പോഴും പറയുന്നത് എന്ന് വെച്ചാൽ നോറ ഒരു ഗെയിമറാണ്, പക്ഷെ അത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അത് എന്നെ പോലെ ബുദ്ധിജീവിതം മാത്രം മനസ്സിലാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, എൻ്റെ തമിഴ്നാട്ടിലെ ചൊക്കലിംഗം പറഞ്ഞാണ്, അവനാണ് വോട്ടിങ് അയച്ചു തരണം. അവൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോറ ഈസ് എ നമ്പർ 1 ഗെയിമർ. എടാ, ഞാൻ ഒരു കാര്യം കൂടെ പറയണേ, ഈ നോറയുടെ ഗെയിമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോറയ്ക്ക് അറിയാം. ഇപ്പം ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഒരു സീരിയൽ കാണുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്, ഒരു കുട്ടി കരഞ്ഞ് കിടക്കുമ്പം പ്രേക്ഷകർ നമ്മൾക്ക് തന്നെ ഒരു അലിവ് തോന്നി നമ്മൾ പറയണം, ഈ ഉയർത്തെഴുന്നേൽക്കൂ. ആ കുട്ടീനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ കുട്ടി കരയില്ല, തളരില്ല, ചാടി ഉയരില്ല, ആ കുട്ടി കറങ്ങിയടിച്ച് വീഴില്ല, ആ കുട്ടി പടുക്കൂറ്റം ചവിട്ടി കയറട്ടെ എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെയാണ് നോറ പഠിച്ചിരിക്കുന്നത്. നോറ സീരിയൽ അത് മിക്കവാറും ഇത് കഴിയുമ്പോൾ നോറ സീരിയൽ എന്ന് പറഞ്ഞ ശേഷത്തിൽ വരും. നല്ല ടിആർ റേറ്റിംഗ് ആണ്. കാര്യം പുള്ളിക്കാർക്ക് ആദ്യം കരഞ്ഞ് പിന്നെ എണീറ്റ് പിന്നെ ആരൊക്കെ എന്തൊക്കെ വന്നാലും പിന്നെ പുള്ളിക്കാരി എന്തോ കാർഡൊക്കെ എടുത്തിട്ട് കൊടുക്കുന്ന, എൻ്റെ വീട്ടിൻ്റെ റേഷൻ കാർഡ്, ഇന്ന് എൻ്റെ വീട്ടിൻ്റെ ID കാർഡ്, ഇന്ന് എൻ്റെ ആധാർ കാർഡ് എന്നൊക്കെ പുള്ളിക്കാരി അതോ കാർഡൊക്കെ ഇട്ട് കൊടുക്കുന്നു. പറഞ്ഞാൽ എന്തൊരു കാർഡൊക്കെ അവരവരുടെ ഇഷ്ടങ്ങൾ കാർഡൊക്കെ ഇട്ട് കൊടുക്കുന്നു. അതൊക്കെ ഗെയിം, ഇറ്റ്സ് എ ഗെയിം മാൻ, ഇറ്റ്സ് എ ഗെയിം എന്നാണ് ഞാൻ പറയുന്നത്. അത് നോറയ്ക്ക് ചിലപ്പോൾ ആ കാർഡ് ഇട്ട് കൊടുക്കാൻ തോന്നിക്കാണ്, അത് നോറയുടെ ഗെയിം. അത് അവരുടെ അകത്തുള്ളവർക്ക് മനസ്സിലായി കാണില്ല. ചിലപ്പോൾ അവരൊക്കെ വിചാരിക്കുമ്പോൾ അത് ഇറ്റ്സ് എ ഡ്രാമ പൊളിറ്റിക്കൽ ഓഫ് ഇൻകാബിറ്റ് പിച്ചിങ് എന്നാണ് ഞാൻ പറയുന്നത്. സോ ഗൈസ്, നോറയുടെ കഴിഞ്ഞാൽ നോറ അവിടെ രജിസ്റ്റർ പോയോ? ഇതേ വൻ കോമഡി. നോറയെ കുറിച്ച് ഞാൻ എഴുതാതെ ഇത്ര നേരം പറഞ്ഞത്, പക്ഷേ എനിക്ക് നോറയെ കുറിച്ച് കറക്റ്റ് പോയിന്റില്ല അറിയാം. സോ ഗൈസ്, ഞാൻ ഇതല്ല ഞാൻ എഴുതിയെന്ന് വെച്ചാൽ 1, 2, 3 അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവരെ വോട്ടിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ സോ ഗൈസ്, നോറയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നോറ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുക ബൈ നോറ. സോ ഗൈസ്, ഞാൻ വേറൊരു കാര്യം പറയുന്നത്, ഇതിനെ കൂടെ ഒരു പരസ്യം ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
ഈ ഒരു വൈറ്റ് ഷർട്ട് നിങ്ങളെല്ലാം കണ്ടായിരിക്കും. ഈ വൈറ്റ് ഷർട്ടിന്റെ ബാക്കിൽ കണ്ടോ? ഇതൊരു ചിത്രം വരച്ച പുള്ളിക്കാരാണ്. പുള്ളിക്കാരൻ വേറെ മരമല്ല, രഞ്ജിത്ത് ഏട്ടൻ. സോ ഗൈസ്, രഞ്ജിത്ത് ബാളികപ്പുറം സീരിയലിലെ പുള്ളിക്കാരനാണ്. രഞ്ജിത്ത് ഏട്ടനാണ് സീരിയലിലൊക്കെ ഉള്ളതാണ്. പുള്ളിക്കാരൻ കിട്ടില്ല ആർട്ടിസ്റ്റാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഷർട്ടിൽ ഇങ്ങനെയൊക്കെ പണം വരച്ച് തരണമെങ്കിൽ രഞ്ജിത്ത് തന്നെ സമീപിച്ചാൽ കിട്ടില്ല ആർട്ടിസ്റ്റാണ് രഞ്ജിത്ത് മേനോൻ എന്ന് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം? ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്യണം. പുള്ളിക്കാരൻ്റെ ആർട്ടൊക്കെ സൂപ്പറാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു പ്രമോഷൻ ഞാൻ ആരാ മൊത്തം ഞാൻ കാലം ഇത് കഴിഞ്ഞ ദിവസം ഇത് ഒറ്റ കണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഈ ഷർട്ട് ചേട്ടൻ തന്നെ. സോ ഗൈസ്, താങ്ക് യു. നമ്മൾ അടുത്ത് ചിന്തിക്കാം, അല്ല നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നോറ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സായിയാണ്. സായി കാറിൻ്റെ അകത്തിരുന്ന് വലിയൊരു തീയും ഒരു കമ്പാക്ക് ഒരു ഇതായിരുന്നു. പക്ഷേ സായി ബിഗ് ബോസ് ഹൗസിൽ പോയി സായി ബാബായി പോയി. അപ്പോൾ സായിയുടെ ഓട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ലക്ഷം. സോ ഗൈസ്, 3 ലക്ഷം ഉണ്ടെങ്കിലും സായി സേഫാണ്. സായി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സായി അതിൻ്റെ അകത്തിരുന്ന് കാറിൻ്റെ അകത്തിരുന്ന് സായി എന്ന് വെച്ചാൽ ലോകത്ത് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഡോക്ടർ ക്രോം ചെയ്യുന്ന കാര്യമല്ല. ഡോക്ടർ ക്രോം എന്ന് വെച്ചാൽ ലോകത്ത് കിടക്കുന്ന എല്ലാ കാര്യവും ചെയ്യും. അതുപോലെ സായി അതിൻ്റെ അകത്തുനിന്ന് പല കാര്യങ്ങൾ ആഹായിച്ചിട്ട് താൻ വലിയവനാണ്, തനിക്ക് എല്ലാവരും അടിച്ചിടും, എന്ന് വെച്ചാൽ എനിക്കെല്ലാം അറിയാം, ഒരു വലിയ ഡിക്ഷണറിയാണ് ഞാൻ, എൻ്റെ കണ്ടന്റ് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ അകത്ത് വന്നിരുന്നിട്ട് സായി ബാബ ഒന്നുമില്ല മിണ്ടാതിരിക്കണം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സായിയുടെ ഒരു പെരുമാറ്റവും സായിയുടെ ഒരു ഗെയിമും, സായി ഗെയിം കളിക്കുന്നതൊക്കെ സായി എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് സായിക്ക് വേണ്ടി വോട്ട് ചെയ്യാം. സായി നല്ലൊരു ഗെയിമറായി മാറട്ടെ, സായിയുടെ ഗെയിമുകൾ വരട്ടെ, സായി മുന്നേറട്ടെ, സായി സായി സായി. സോ ഗൈസ്, ഇതിനപ്പുറം വഴിയില്ല. അവിടെ ചോദിച്ചിരുന്നത് ഒരു സായിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സായിയെക്കുറിച്ച് ഞാൻ അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. സായി നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു സ്പോർട്സ് സ്പിരിറ്റാണ്. പിന്നെന്താ, സായി കിടിലമാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് സായി. നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗെയിമറാണ്. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അതിൻ്റെ അകത്ത് മനുഷ്യത്വമായും പിന്നെ അതുപോലെ തന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ആ ഗെയിം എങ്ങനെ എടുക്കാം, ആ ഗെയിം ഇങ്ങനെയല്ല, ആ ഗെയിം അങ്ങനെയാണ്, നമുക്ക് അത് കുറച്ചുകൂടെ കൊണ്ടുപോയി കുറച്ചുകൂടെ നല്ല രീതിയിൽ വർക്കാക്കാം, ബിഗ് ബോസിൻ്റെ തരണങ്ങളെ തന്നെ നമുക്ക് മാറ്റിമറിക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി സായി തന്നെയാണ്. സോ ഗൈസ്, സായി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സായിയുടെ വോട്ടുകൾ അല്ലെങ്കിൽ സായിയുടെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സായിക്ക് വോട്ട് ചെയ്യുക. സായിയുടെ വോട്ടിങ് വളരെ 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 കുറവാണ് മക്കളെ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത ആളിലേക്ക് പോകും. പക്ഷേ സായി ബിഗ് ബോസിൽ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരുടെ പേര് ഡോക്ടർ റോബിൻ പറയുന്നത് അതിൻ്റെ അകത്ത് കാറിൻ്റെ അകത്തിരുന്ന് പറയാൻ പോലെയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ഈ ഡോക്ടർ റോബിൻ പറയാൻ പോലെ അതിൻ്റെ അകത്തിറങ്ങിയിട്ട് ഈ കീറി വിളിക്കുന്നത് മാത്രമല്ല ഡോക്ടർ റോബിൻ ഗെയിം, അതിൻ്റെ അകത്ത് സായിബാബ ഉണ്ട്, മൈൻഡ് ഗെയിം, അങ്ങനത്തെ ഒരുപാട് ഗെയിമുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കി ഡോക്ടർ റോബിൻ. അല്ലാതെ ചുമ്മാ അതിൻ്റെ അകത്ത് കയറി കളഞ്ഞ് കൂവി വിളിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് 1 വർഷമായിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് പോലും മനസ്സിലാവാതെ പിന്നെ എല്ലാ ഇനാഗുറേഷനും കൂവി വിളിച്ച് ലാസ്റ്റ് ആയപ്പോൾ ആ കൂവലോടെ എവിടേക്ക് മാറിപ്പോയി. രാവണ യുദ്ധം. സോ ഗൈസ്, നമുക്ക് അടുത്ത് വേറെ ആളിലേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സായി കഴിഞ്ഞ് വേറെ ആരുമില്ല, മുടിയനാണ്. സായിയെ കുറിച്ച് നെഗറ്റീവ് പറയാനൊന്നുമില്ല. സായി അങ്ങനെ നെഗറ്റീവ് പറയാൻ സായിയെ കുറിച്ച് നെഗറ്റീവ് പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അറിയണമെങ്കിൽ സായിയുടെ കാറിൻ്റെ അകത്ത് ഇപ്പോഴും സായിയുടെ ഭാര്യ പുള്ളിക്കാരി ആ കാറിൻ്റെ അകത്തിരുന്ന് പല രീതിയിലുള്ള എന്ന് വെച്ചാൽ 24 ലൈവ് എല്ലാ പുള്ളിക്കാരും പറയുന്നുണ്ട് പുതിയ എന്ന് പറഞ്ഞ വീഡിയോ, പിന്നെ ഒരുപാട് കാര്യങ്ങൾ സായി ചെയ്യണേക്കാട്ടി അതിൻ്റെ 24 മണിക്കൂർ പുള്ളിക്കാർ പറയുന്നുണ്ട്. സോ ഗൈസ്, ഇപ്പോൾ സായി പറയുന്നത് സായി ഒരു പട്ടിക്കുട്ടി വെച്ച് ഇപ്പോൾ സായി ഒരു ഇമോഷണൽ എന്ന് വെച്ചാൽ ഡൗൺ ആയിട്ട് പുള്ളിക്കാർ കരഞ്ഞു പോകും. നമുക്കതെല്ലാം ചില ഈ പട്ടിക്കുട്ടികളെ വളർത്തുന്നവർക്കും ഈ പൂച്ചക്കുട്ടിയായാലും എന്തായാലും നമുക്ക് അതിനോട് ഭയങ്കര ഇഷ്ടം തോന്നും. ഫോർ എക്സാമ്പിൾ ചാർലി സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നില്ലേ ഒരു പട്ടിക്കുട്ടി വളർത്തി എങ്ങനെ ഇരിക്കും, എന്ന് നമുക്ക് എന്താ തോന്നുന്നു. സോ അതങ്ങനെ നമ്മളത് മനസ്സിലാക്കുന്നത് ഡ്രാമയൊന്നുമല്ല. എൻ്റെ വീട്ടിൽ പട്ടിക്കുട്ടിയൊന്നുമില്ല, അതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഞാൻ ഉണ്ടല്ലോ ഈശ്വര അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ അടുത്ത് പറഞ്ഞാൽ മുടിയനെയാണ്. മുടിയൻ്റെ വോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃദുസാന്ത്വനം മുടിയൻ 6ാം സ്ഥാനമാണ്. 2,57,356 വോട്ട്. മുടിയെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയെ കുറിച്ച് ഞാൻ 2 വാക്ക് എഴുതിയിട്ടുള്ളൂ. കാരണം എന്താണ്, മുടിയെ കുറിച്ച് നമുക്ക് തന്നെ അറിയാം. കാര്യം മുടിയെ വന്ന സ്റ്റെപ്പിൽ ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു അല്ലേ? ശരിയാണ്, ഒന്നും ഉണ്ടായിരുന്നിരുന്നിരുന്നു. ലാസ്റ്റായ മുടി ഒരു വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കി. ആ പൊട്ടിത്തെറിയിൽ എതിർ ടീമാണ് കരയണ്ടേ, അപ്പം അങ്ങനെയാണ് കരിഞ്ഞ് മെഴിയത്. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിപ്പോയി. മുടിയൻ തന്നെ കിടന്ന് കരയും. ലാസ്റ്റ് നമ്മൾ ലോക്കൽ അടിയൊക്കെ നടന്നിട്ട് നിന്നെ കുരു കൊണ്ടുപോകണം അങ്ങനെയൊക്കെ പറയാൻ ലാസ്റ്റ് മുടിയൻ പറഞ്ഞ ലാസ്റ്റ് എനിക്ക് ആരാ കണ്ടെന്ന്.
ഈ ആരെ കണ്ടെന്ന് പറഞ്ഞാൽ മുടിയൻ തന്നെ അവിടെ അടി ഉണ്ടാക്കി, ഇത്രയും അടി ഉണ്ടാക്കിയിട്ട് മുടിയൻ തന്നെ പറഞ്ഞു എനിക്ക് ആരെ കാണേണ്ടത്, എന്താണ് മുടി എങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ മുടിയൻ്റെ ഗെയിമോ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയനൊരു മുക്കോല ഒരു ഡാൻസറാണ്. പക്ഷെ ആ ഡാൻസിനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് ഒരു സൈഡിൽ കൂടെ പോകും, മുടിയൻ്റെ ഡാൻസ് ഒരു സൈഡിൽ കൂടെ പോകും, യാതൊരു ബന്ധമില്ലതാണ് മുടിയൻ്റെ ഡാൻസ്. ലൈല ഓ ലൈല ലാലടൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഡാൻസ് കളിച്ച് ഇതുവരെയായിട്ട് ആ ഡാൻസ് എന്താണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഡാൻസ് എന്താണ്, പാട്ട് എന്താണ്, ഇങ്ങനെ കിടന്ന് ഇങ്ങനെ 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 എഴഞ്ഞൊക്കെ പോകണുണ്ട്. പാട്ടാണെങ്കിൽ വേറെ നല്ല പാട്ട്. ലാലടൻ എന്ത് കാണിക്കുന്നത്. സ്വയം അങ്ങനെയാണ് മുടിയെ കുറിച്ച് പറഞ്ഞു വെച്ചാൽ മുടിയിൽ എല്ലാവരുടെയും പില്ലോ ആയി മാറുകയാണ്. ഇങ്ങനെ ഒളിച്ച് നിൽക്കാൻ നോക്കുക. നീ ഫൈറ്റ് ചെയ്യാം ബാക്ക് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഇതാണ്. അത് പാടില്ല. കാരണം മുടിയൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മുടിയൻ അൻസീബായിട്ടൊരു കോംബോ, ആ കോംബോയിൽ കുറച്ച് കഴിഞ്ഞിട്ട് സിബിൻ എന്നൊരു വ്യക്തി വരികയാണ്. സിബിൻ എന്നൊരു വൈറ്റ് കാർഡ് ഇന്റർവ്യൂ എടുത്തിട്ട് സിബിൻ അവിടെ ഒരു വലിയൊരു എല്ലാവരെയും ഇളക്കി മറിക്കുകയാണ്. അങ്ങനെ ഇളക്കി മറിക്കുന്ന സിബിൻ പിന്നീട് നടന്നത് വേറെ ചരിത്രമായിരുന്നു. ഇളക്കി മറിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സിബിൻ കരഞ്ഞ് വീഴുന്നു, വീട്ടിൽ വരുന്നു. അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് സിബിൻ പറയുന്നു. പിന്നെ സിബിൻ പറയുന്നത് ബിഗ് ബോസ് തീർന്നതിന് ശേഷം ഞാൻ പറയാം, എന്തോ പറയാൻ വെച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ പറയട്ടെ. അങ്ങനെയാണ് സിബിൻ്റെ കാര്യം. പിന്നെ സിബിന് ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. സിബിന് പറയുന്നത് സിബിൻ എല്ലാ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും സിബിന് പറയുന്നത് ബിഗ് ബോസ് തീരട്ടെ, ഞാൻ പറയാം. എന്തിനാ പറയണം, എന്തെങ്കിലുമൊക്കെ പറയട്ടെ, ഞാൻ എന്ത് പറയാം. സോ ഗൈസ്, നമുക്ക് അടുത്ത് മുടിയെ കുറിച്ച് വേറെ കാര്യങ്ങൾ. മുടി ആദ്യം സിബിൻ്റെ ഒരു ഹൈഡ് ആയിട്ട് സിബിൻ ഹൈഡ് ചെയ്ത് സിബിൻ ഒരു ഗെയിമർ ആയതുകൊണ്ട് മുടിയുടെ അടുത്തേക്ക് തിരിയില്ല. ഫോർ എക്സാമ്പിൾ മുടിയുടെ തിരിയില്ല. സോ അടുത്ത് മുടിയൻ ആരെ ഹൈഡായി, അഭിഷേകിൻ്റെ ഹൈഡായിട്ട് ഇപ്പം നിൽക്കുകയാണ്. കാര്യം അതിലേലും സ്ട്രോങ് പ്ലെയർ അഭിഷേക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അഭിഷേകിൻ്റെ ഹൈഡായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അഭിഷേക് മുടിയിൽ എന്തെങ്കിലും വരുമ്പോൾ അവൻ അങ്ങനെയല്ല, അവൻ എൻ്റെ ചങ്കാണ്, എൻ്റെ ചങ്കിൻ്റെ ചോരയാണ് എന്ന് പറഞ്ഞ് അഭിഷേക് നിൽക്കുമല്ലോ, കൂടെ നിൽക്കുമല്ലോ. അതിനാണ് അഭിഷേകിൻ്റെ കൂടെ നിൽക്കുന്നത് എന്നതിന് എനിക്ക് മനസ്സിലായി. കാര്യം ഇന്നലത്തെ ഒരു ഗെയിം നമുക്ക് മനസ്സിലാവും. പൂച്ചയ്ക്ക് ഒരു മാല എടുക്കാം, അതിൽ മാലയിട്ടത് മുടിയനാണെന്ന് മുടിയൻ പറഞ്ഞാൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല, അതൊരു ഫണ്ട്. അങ്ങനെ അവർ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജിൻ്റെ പറഞ്ഞാൽ അങ്ങനെയല്ല, അസ മുടിയൻ ഷൗട്ട് ചെയ്തു കരഞ്ഞ് മെടി. ലാസ്റ്റ് പറഞ്ഞ് ഈ ഗെയിമിൽ ഞാൻ ക്വിറ്റ് ചെയ്ത് പറഞ്ഞാൽ വീട്ടിൽ പോയിരിക്കണം, അല്ലെങ്കിൽ ആ ബിഗ് ബോസിൻ്റെ അകത്ത് കയറി പോകണം. അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്ത് അകത്ത് പോയത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മെഴി വരുവാണ്, ഞാൻ ക്വിറ്റ് ചെയ്തു എനിക്ക് വേണ്ട. എന്നിട്ട് ക്വിറ്റ് ചെയ്യാതെ ലാസ്റ്റ് അത് ദൈവത്തിൻ്റെ ഒരു കരങ്ങളായിരിക്കാം. കാര്യം ദൈവം അങ്ങനെയാണ് നമ്മൾ അത് പലതും പറയാം. നമ്മളിപ്പോൾ ക്വിറ്റ് ചെയ്തെങ്കിൽ പോലും അതിൽ ദൈവത്തിൻ്റെ കൈകളുണ്ടെന്ന്. പക്ഷെ ലാസ്റ്റ് അതൊരു ഗെയിമായി മാറി. ലാസ്റ്റ് അങ്ങനത്തെ അത് 1, 2, 3 ലാസ്റ്റ് 3-ാം സ്ഥാനം മുടിയനായി. അങ്ങനെ മുടിയൻ അത് നാക്കിൻ്റെ വിളയാട്ടം എന്ന് പറയുന്ന ആ ഗെയിമിൽ ആ മുടിയൻ ജയിച്ചു. അത് നല്ലൊരു ഗെയിം തന്നെയായിരുന്നു. മുടിയനെ കുറിച്ച് എടുത്തു പറയാനുള്ള ഗെയിമോ കണ്ടന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തെടുത്ത് പറയാം, പിന്നെ ചുമ്മാ അവിടെയൊക്കെ സൈഡിലൊക്കെ നിൽക്കണം, അത്രയാണ്. സോ നെക്സ്റ്റ് ആയിരുന്നു നന്ദനാലേ നാടെല്ലാം കണ്ടറിയും നന്ദലയില്ലേ മാറിയില്ലോ നിന്റെ മന്ത്രമല്ല മാജിക്ക്. 7 ലക്ഷമാണ് ഇതിൽ ഏറ്റവും ഡേഞ്ചർ ആയിരിക്കുമെന്ന് പറഞ്ഞുതരാം. നോറ, സായി, മുടിയൻ, നന്ദനാലേ. നമുക്ക് നന്ദനെ കുറിച്ച് കുറച്ച് പറയാം, കുറച്ചെല്ലാം ഇത്തിരി വലുത് പറയാം. ബിഗ് ബോസിൻ്റെ അകത്തുനിന്ന് ഒരു ഗെയിം കണ്ടിട്ടാണ് ഒരു പ്രേക്ഷകൻ വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരാളെ ചവിട്ടിക്കഴിഞ്ഞാൽ അയാൾ എവിടെ വീഴും. അങ്ങനെ നന്ദൻ അവിടെ ചെല്ലുകയാണ്, അവിടെ ഒരു കാട്ടുതീ ഉണ്ടാക്കാൻ പോവുകയാണ്. ചെന്ന് കയറി ആദ്യം തന്നെ നന്ദൻ ആരുടെ തവടി ചെന്നത് ജാസ്മിൻ. ഫോർ എക്സാമ്പിൾ ജാസ്മിൻ പുറത്ത് നെഗറ്റീവാണെന്ന് അറിയാം. അപ്പോൾ നന്ദൻ അവിടെ ചെന്നിട്ട് ഞാൻ കത്തിക്കും ചേച്ചി, അങ്ങനെയുള്ള ചേച്ചി കണ്ട് പേടിക്കണം. അപ്പം പുറത്തുള്ളവർ നന്ദന അടിപൊളി ജാസ്മിൻ്റെ അടുത്ത് കയറി ഉണക്കി കുട്ടി, ഈ കുട്ടിയാണ് നല്ലൊരു ഗുഡ് കുട്ടി എന്നൊക്കെ പറയണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നന്ദൻ അവിടെ പോയിട്ട് ജാസ്മിൻ്റെ അടുത്ത് ഉടക്കാനും ഫൈറ്റ് ചെയ്യാനും പോയിട്ട് ലാസ്റ്റ് കോമഡി പീസായിട്ട് തിരിച്ചു വരുന്നത്. എന്തൊക്കെ കാണിച്ചു കൂട്ടണം, പിന്നെ എന്തൊക്കെ വിളിച്ചു പോകുന്നതാണ്, യാതൊരു ബന്ധുവില്ല. നന്ദനെയാണ് മെനിഞ്ഞാന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോംബോ പോകും. എന്താ ഒരു കോംബോ, ആ കോംബോ പറഞ്ഞ് നന്ദനാണ് പറഞ്ഞത്. നന്ദനൊരു കോംബോ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ കോംബോ നന്ദനെ കുറിച്ച് പറഞ്ഞാൽ കറണ്ടൂരെ പോലും ഈശ്വര. സോ നന്ദനെ പേര് കറണ്ട് വരെ പോയി ഗൈസ്. സോ ഗൈസ് അതല്ല, ഇപ്പം നന്ദനൊരു കോംബോ ശ്രമിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ സിജോ, സായി ഇവരുടെ അടുത്തൊക്കെ പോയിട്ട് അടി ഉണ്ടാക്കുക. അപ്പോൾ ഈ അടി ഉണ്ടാക്കുമ്പോൾ പുറത്തെങ്ങനെ വരും, ഇവളെന്നും തങ്ക കുടമണി എത്തി പ്രാവിന് പ്രിയൻ, ഇങ്ങനത്തെ ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് പുറത്ത് നല്ല ചർച്ചയാവണമെന്ന് അതിനൊക്കെ ഉണ്ടാകും. അതിന് എല്ലാവരും എന്തിനാ, പക്ഷെ അത് ചർച്ചയാവുന്നില്ല. സോ ഗൈസ് അങ്ങനെയാണ്. പിന്നെ നന്ദനെ കുറിച്ച് വേറെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദൻ ഒരു ഡ്രാമ ചെയ്യുന്നില്ല ഇതിനകത്ത്. അതാരും ചോദിക്കുന്നുണ്ടോ? ആരും ചോദിക്കാത്തത് ഞാൻ ചോദിക്കുന്നു. നമ്മൾ വീട്ടുകാരൊന്ന സമയത്ത് എല്ലാവരും ഇറങ്ങി ഓടുന്നുണ്ട്, അതിൻ്റെ കൂടെ നന്ദനെ ഓടുന്നുണ്ട്. നന്ദനാണ് ആദ്യം ഓടുന്നത്. അന്ന് ക്യാപ്റ്റൻ ആയിരുന്നു നന്ദന.
ആ അവരെ വീട്ടുകാർ ഇവരെ വീട്ടുകാർ ഓക്കെ അവരെ വീട്ടുകാർ ഇവരെ വീട്ടുകാർ ഓക്കെ ലാസ്റ്റ് നന്ദനെ വീട്ടുകാർ ഇതിൻ്റെ അകത്തോട് വന്നപ്പോൾ നന്ദന വീട്ടുകാരെ കാണുമ്പോൾ നമ്മളെ റിയാക്ഷൻ എന്തായിരുന്നു? അല്ലെങ്കിൽ ആ വീട്ടിലെ ആൾ വന്ന് നമ്മൾ അവരെ അല്ലേ വിളിക്കുള്ളൂ. ഇത് തിരിഞ്ഞു നിന്നിട്ട് സായി വാട്ട് ഹാപ്പൻ, ദിസ് ഇസ് ഡ്രാമ. കാര്യം സായി വിളിക്കുമ്പോൾ സായി ഈശ്വരോ എൻ്റെ വീട്ടുകാരെല്ലാം തന്നെ അവൻ അങ്ങനെ പേടിച്ചിരിക്കും, അവൻ്റെ വീട്ടിലെ ആൾ വന്നില്ല അവനും പേടിച്ചിരിക്കും അതിൻ്റെ കൂടെ. അപ്പം അതെന്താ അത് നമ്മളെ അത് ഡ്രാമ അല്ല, സ്കൂൾ ഡ്രാമയിൽ മികച്ച കുട്ടിയാണെന്ന് എനിക്കറിയാം. സോ പിന്നെ അല്ലാതെ നന്ദനെ കുറിച്ച് പറഞ്ഞ നന്ദന ഒരു എടുത്ത് പറയാൻ കണ്ടന്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇന്നലത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മ ദിസ് ബൂമറാങ്കിൾ എന്നൊക്കെ പറയും. ഇന്നലെ ലാസ്റ്റ് നന്ദന പറയണം അത് ഞാനാണ് പൂച്ചയ്ക്ക് മാലിട്ട്, ഞാനാണ് ലാസ്റ്റ് കിടന്ന് അടിയുണ്ടാക്കുന്നു കരയുന്നു മെഴുകുന്നു. പിന്നെ ഈ ടങ് ലിസ്റ്റ് വരുമ്പോൾ തന്നെ ഇത് ഞാൻ പൊളിക്കും, ഞാൻ പിടിക്കും. ലാസ്റ്റ് അപ്പം ഇങ്ങനെ കരഞ്ഞ് മെഴുകിയിട്ട് ലാസ്റ്റ് ആദ്യം പോയത് ജാസ്മിൻ പോയി. ജാസ്മിനും കിട്ടേണ്ടതാണ്. ജാസ്മിൻ പറയണം അത് ഞാനാണ് മാറിയിട്ട്. ലാസ്റ്റ് ഇവർക്കൊക്കെ കർമ്മ ബൂമറാണ് തിരിച്ചടിക്കുകയാണ്. ജാസ്മിൻ പറയും ഞാനാണ് മാറിയിട്ട്. ജാസ്മിൻ അങ്ങനെ ഫൈറ്റ് ചെയ്ത് ജാസ്മിൻ അത് മേടിക്കുകയാണ്. ലാസ്റ്റ് അത് ജാസ്മിൻ പറയുകയാണ് തെറ്റി ജാസ്മിൻ. അപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പോൾ നന്ദൻ യെസ് ഐ ഗോട്ട് നന്ദന പോവുകയാണ്. നന്ദന തെറ്റി താങ്ക് യു ബിഗ് ബോസ് താങ്ക് യു. ലാസ്റ്റ് മലയാളം വേറെ ആരെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് വന്ന നമ്മുടെ ശ്രീകുട്ടിയാണ് ജയിച്ചത്. സോ ഗൈസ് അങ്ങനെയൊക്കെയാണ് നന്ദനയുടെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നന്ദന ഓൾമോസ്റ്റ് ഡ്രാമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ ബിഗ് ബോസിൻ്റെ ഗെയിമും കാര്യങ്ങളൊക്കെ അല്ലേ, പുള്ളിക്കാരൻ നിൽക്കട്ടെ. സോ ഗൈസ് നമുക്ക് അങ്ങനെ ലൈവ് എൻഡിങ് ഓഫ് ദ വീഡിയോ എൻഡിങ്ങിലേക്ക് പോകണം. സോ ഗൈസ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 12 ലക്ഷമായിട്ട് ജാസ്മിന്, സെക്കൻഡ് 13,35,552 അഭിഷേക്, 3-ാം സ്ഥാനം ശ്രീതു 5 ലക്ഷം, 4-ാം സ്ഥാനം നോറ 3,22,333 തൊട്ട്, സായി 3 ലക്ഷം. പിന്നെ ആര് സായി മുടിയാണ് 2,57,356 തൊട്ട് ലാസ്റ്റ് 2 ലക്ഷം നന്ദനാളെ. സോ ഗൈസ് നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇവരെ പോടാൻ പറഞ്ഞത്. സോ ഗൈസ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭിപ്രായം രേഖപ്പെടുത്താൻ. കൂടാതെ ഞാനിത് വീഡിയോ എന്ന് പറഞ്ഞു ഞാനിവിടെ കോട്ട് വരട്ടെ. സോ ഗൈസ് ഇതാണ് ഇത് നല്ല രസമുണ്ട്. രഞ്ജിത്ത് മേനോൻ എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിക്കാരൻ രഞ്ജിത്ത് മേനോൻ വിളിച്ചെനിക്ക് ചേട്ടൻ ഞാൻ കുള വരുന്നുണ്ട്. പുള്ളിക്കാരൻ സൂപ്പറായിട്ട് പടം വരയ്ക്കണം. നിങ്ങൾക്ക് ഷർട്ടൊക്കെ പൊളിയായിട്ടിരുന്നു. ബിഗ് ബോസിലൊക്കെ പോകുമ്പോൾ ഷർട്ടൊക്കെ പൊളിക്കും. കല്യാണത്തിന് പോകുമ്പോൾ ബെല്ല. സോ ഗൈസ് വീഡിയോ എൻഡിങ് പോവുകയാണ്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വെൽക്കം ടു ഹബീബി AR ആകാശ്. കൂടാതെ നിങ്ങൾക്ക് എന്നെ കുറിച്ച് പലതും അറിയണമെങ്കിൽ തുറന്ന് നോക്കണം. യൂട്യൂബ്, ഇൻസ്റ്റാ, പിന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ്. കൂടാതെ ഇതിൻ്റെ അകത്ത് ഞാൻ നിൽക്കാൻ കാരണം ഇത് ഞാൻ തന്നെ സെറ്റിട്ടൊരു റൂമാണ്. ഇപ്പോൾ പറഞ്ഞു ഞാനാണ് സെറ്റിട്ടത്. ഇവിടെ ഒരു ജനാല വെച്ച് നടുക്കൊരു ക്ലോക്ക് വെച്ച് എന്നിട്ട് ഈ വീപ്പോയിൽ ചെന്നതാണ് കാര്യമൊന്നുമില്ലേ. സോ ഗൈസ് ഇത് എൻ്റെ സുഹൃത്ത് അയച്ചെന്ന് വേറെ അല്ല ചൊക്കലും കാണും. പിന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇത്ര സമയം സ്പെൻഡ് ചെയ്ത് വേറൊരു വ്യക്തിയുണ്ട്. ഇത്ര സമയം ഞാൻ മാത്രമല്ല നിങ്ങളുടെ കൂടെ ഉണ്ടായത്. എൻ്റെ കൂടെ ഒരു വ്യക്തിയുണ്ട്. വെൽക്കം ടു ഉണ്ണിക്കുട്ടൻ. വരുമോനെ ഗൈസ് ഉണ്ണിക്കുട്ടൻ വന്നു. ഉണ്ണിക്കുട്ടൻ നിങ്ങൾക്ക് ഒരു നോക്ക് കാണിച്ചു തരാം. ഞാൻ തന്നെ. സോ ഗൈസ് ബൈ. സോ ഗൈസ് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ. AR ആകാശിൻ്റെ പറ്റുന്നൊക്കെ ചെയ്യുക. Bye. Bye guys.